അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും US ഫ്യൂച്ചറുകൾ 0.2% ഇടിഞ്ഞതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.28% ഉയർന്ന് 25,000 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തിരുന്നു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസവും 1,100 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,806 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റിൽ ഇടിവ് രേഖപ്പെടുത്തി. S&P 0.2%, നാസ്ഡാക്ക് 0.6% ഇടിഞ്ഞു. അമേരിക്കൻ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് ആണ്. മീറ്റിംഗ് മിനിറ്റ്സിൽ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചതാണ് അമേരിക്കൻ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ കാരണം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ HSBC റിലീസ് ചെയ്യുന്ന PMI, അതായത് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് PMI ഡാറ്റ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു പ്രധാന ഡാറ്റയാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് അൾട്രാടെക് സിമെന്റ്. അൾട്രാടെക് സിമെന്റ് ഹോൾഡ് ചെയ്ത ഇന്ത്യൻ സിമെന്റിന്റെ 6.49% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അൾട്രാടെക് സിമെന്റ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. 368 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഇന്ത്യ സിമെന്റിന്റെ സ്റ്റേക്കുകൾ അൾട്രാടെക് സിമെന്റ് ഓഫ്ലോഡ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ജൂപ്പിറ്റർ വാഗൺ. ജൂപ്പിറ്റർ വാഗണിന് വന്ദേ ഭാരത് ട്രെയിനിന് ആവശ്യമായിട്ടുള്ള 5,376 വീൽ സെറ്റ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 215 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. എക്സൈഡ് ഇൻഡസ്ട്രീസിന്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ എക്സൈഡ് എനർജി സൊല്യൂഷനിൽ 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ടെൻല പ്ലാറ്റ്ഫോം എന്ന കമ്പനിയുടെ ബൈബാക്ക് അവസാനിച്ചു. 20 ലക്ഷം ഇക്വിറ്റി ഷെയറുകളാണ് 875 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ടെൻല പ്ലാറ്റ്ഫോം ബൈബാക്ക് ചെയ്തിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് SBFC ഫിനാൻസ് എന്ന കമ്പനിയാണ്. SBFC ഫിനാൻസ് എന്ന കമ്പനി 200 കോടി രൂപ പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗോദ്രേജ് എന്ന കമ്പനി ഗോദ്രേജ് സ്കൈലൈൻ ഡെവലപ്പേഴ്സിന്റെ 7% സ്റ്റേക്കുകൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. തെർമാക്സ് എന്ന കമ്പനി തെർമാക്സ് ബയോ എനർജി സൊല്യൂഷൻസിന്റെ 23.03% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ടെർമിനേഷനുമായി ബന്ധപ്പെട്ട് റിലയൻസ് ടെറാടെക് എന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സബ്സിഡറി കമ്പനിയുമായി ബന്ധപ്പെട്ട ന്യൂസിന്റെ പശ്ചാത്തലത്തിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ടെക് മഹീന്ദ്ര എന്ന കമ്പനി സൗദി അറേബ്യയിൽ ടെക് മഹീന്ദ്രയുടെ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. RACL ഗിയർ ടെക് എന്ന കമ്പനിക്ക് പ്രീമിയം മോട്ടോർ സൈക്കിൾസിന് ആവശ്യമായിട്ടുള്ള പ്രീമിയം ട്രാൻസ്മിഷൻ ഗിയർ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ RACL എന്ന സ്റ്റോക്കും മാർക്കറ്റിന്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. സ്റ്റാൻഡലോൺ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി പ്രോസ്റ്റാം ഇൻഫോസിസ്റ്റം എന്ന കമ്പനി ലോവസ്റ്റ് ബിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ പ്രോസ്റ്റാം ഇൻഫോസിസ്റ്റം എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിന്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.